നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചന്ദ്രശേഖര, എന്റെ വരുൺ. അമ്മേ, എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവനെ നമുക്ക് കണ്ടെത്താം. അവന്റെ ഈ അവസ്ഥയ്ക്ക് ഒരർത്ഥത്തിൽ അമ്മയും കാരണക്കാരിയാ. വിവാഹ ദിവസം തന്നെ അവളെ വേണ്ടാന്ന് അവൻ പറഞ്ഞിരുന്നതല്ലേ? അന്ന് അത് കേട്ടിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ ഗതി വരുമായിരുന്നു. എന്തായാലും പോയത് പോയി. ഇനി അവൾ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണ്ട. അമ്മ അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു നെഞ്ചുവേദനയും തളർച്ചയും വന്നു. അയ്യോ, എന്നിട്ട് ആരോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ല. ഐസിയുല. ദൈവമേ, മോളെന്താ ഇവിടെ? അത് മുത്തശ്ശിയുടെ തലയൊന്ന് പൊട്ടി, ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാ. അയ്യോ, അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, വേറെ ആരാ കൂടെ ഉള്ളത്? അമ്മയുണ്ട്. ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് നഴ്സുമാര് വിളിക്കും. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. മോള് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. പരമേശ്വരന്റെ കൂടെയുള്ള ആരാ? ഒന്ന് കൂടെ വരണം. 1-2 ഒപ്പുകൾ ഇടാനുണ്ടായിരുന്നു. ഇൻഷുറൻസ് പേപ്പറിന്റെയാ. മോള് കുറച്ചു നേരം ഇവിടെ നിൽക്കോ? അമ്മ ഇപ്പൊ വരാം. അമ്മ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോ. ശരി മോളെ. ചന്ദ്രശേഖര, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെന്ന് നീ പറയാതെ. ഈ നേരമായിട്ടും വരുണിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. നാട് നീളെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കാമേ. പിന്നെ അവന്റെ കാര്യമായതുകൊണ്ട് പറയാനും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു പോക്കുള്ളതാണല്ലോ. അത് ശരിയാമേ. എത്രയോ ദിവസം വരുൺ പോയിട്ട് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലേ? അതും പറഞ്ഞ് ആശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.